വേഷം കൊണ്ടോ രൂപം കൊണ്ടോ ഹാവഭാവാദികൾ കൊണ്ടോ ഒരാളുടെയും തഖ്വ അളക്കുവാൻ സഹോദരന്മാരെ നമുക്ക് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് തഖ്വയുള്ളവരെന്ന് പറയപ്പെടുന്ന ആളുകൾ, ദുആയുടെ കേന്ദ്രവാണി എന്ന് പറയപ്പെടുന്ന ആളുകൾ, ദുആ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ വലിയ ശിർക്കാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്ത, ഭോഗാസക്തിക്ക് വിരാമം കുറിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ തഖ്വ അത് നിലനിർത്താൻ സാധിക്കണം. നോമ്പ് അവസാനിച്ചു, റമദാനിലെ നോമ്പ് അവസാനിച്ചു. നമ്മൾ പറഞ്ഞു, തെറ്റുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിക്കൂടാ, ഇന്നി സ്വാഇം, ഞാൻ നോമ്പുകാരനാണ്. ഞാനത് കണ്ടുകൂടാ, ഞാൻ അങ്ങോട്ട് പോയിക്കൂടാ, ഞാൻ അവിടെ ഇരുന്നുകൂടാ, കാരണം ഇന്നി സ്വാഇം, ഞാൻ നോമ്പുകാരനാണ്. സഹോദരങ്ങളെ, നോമ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് പറയുക? ഇന്ന് നമുക്ക് പറയാൻ സാധിക്കണം മനസ്സുകൊണ്ടെങ്കിലും, കുൻതു സ്വാഇമ, ഞാൻ നോമ്പുകാരനായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിക്കൂടാ, ഞാനത് ചെയ്തുകൂടാ, ഞാൻ സാധാരണക്കാരനല്ല. റമദാനാകുന്ന പടക്കളത്തിലിറങ്ങി നോമ്പാകുന്ന പരിചയമേന്തി ഇബ്ലീസ് ആകുന്ന ശത്രുവിനോട് പോരാടിക്കൊണ്ട് ജയിച്ച് തഖ്വ കൈവരിച്ച മുസ്ലിമാണ് ഞാൻ, മുഅ്മിനാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൂടാ എന്ന് തീരുമാനിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിലേ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. ഇത് റബ്ബിനോടുള്ള ബാധ്യത. സഹോദരന്മാരെ, അതുകൊണ്ട് തീർന്നോ? അള്ളാഹുവിനോടുള്ള ബാധ്യതയ്ക്ക് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടികളോടുള്ള ബാധ്യത പറയുമ്പോൾ ആദ്യം പറഞ്ഞത് ആരാണ്? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ വാപ്പാനെ നോക്കുന്നുണ്ട്, ഞാൻ എന്റെ ഉമ്മാനെ നോക്കുന്നുണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കാനാണോ? അല്ല സഹോദരന്മാരെ, നമുക്കത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി സ്വല്ലൈതു സ്വലാത്തുൽ ഖംസ വസുംതു റമദാന, ഞാൻ നമസ്കരിക്കുന്നുണ്ട് 5 നേരം, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, വഅതൈതു സക്കാത്ത, ഞാൻ സക്കാത്ത് കൊടുത്തവനാണ്, വഹജ്ജതുൽ ബൈത, ഞാൻ അള്ളാഹുവിന്റെ ബൈത്തിൽ പോയി ഹജ്ജ് ചെയ്തവനാണ്, ഫമാദാലി, എനിക്ക് എന്ത് കിട്ടും നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പ്രവാചകന്മാരോടും സഹാബാക്കളോടും സിദ്ദീഖീങ്ങളോടും സ്വാലിഹീങ്ങളോടും ഒക്കെ ഒപ്പം സ്വർഗത്തിലായിരിക്കും. അയാൾക്ക് സന്തോഷമായി. അയാൾ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല അൻ യഉഖ വാലിദൈ, മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടില്ല എങ്കിൽ, മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ, മാതാപിതാക്കൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയാൽ നോമ്പ് ബാത്തിലായി, നമസ്കാരം ബാത്തിലായി, നമ്മുടെ പരിശ്രമങ്ങളും പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബാത്തിലായി എന്ന് പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് ഷിർക്കിനോടൊപ്പം അള്ളാഹു പരിചയപ്പെടുത്തി. മാതാപിതാക്കളോട് കടമ ചെയ്യുന്നത് തൗഹീദിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. ഇത് നമ്മളുടെ ഏറ്റവും വലിയ ബാധ്യതകളിൽപ്പെട്ടതാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് മോശപ്പെട്ട രീതിയിൽ എന്ന വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. സഹോദരന്മാരെ, ഒരു മാതാവ്, ആ മാതാവിനോട് വിശുദ്ധ ഖുർആനിൽ ഒരു വസിയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു മാതാവിനോട് ഒരിക്കലും മക്കളോട് കരുണ കാണിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരായത്ത് നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം മാതാവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ലയിച്ചു ചേർന്ന കാര്യമാണ് മക്കളെ സ്നേഹിക്കുക എന്നതും കാരുണ്യം കാണിക്കുക എന്നതും. ലോകത്ത് ഇത്രയും കാരുണ്യമുള്ള ഒരു സൃഷ്ടി ഒരിടത്തും ഉണ്ടാവുകയില്ല. നമ്മളെ ഭാര്യയല്ല, നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട ഒരാളുമല്ല, സ്വന്തം ഉമ്മയേക്കാൾ നമ്മളോട് സ്നേഹിക്കുന്ന ഉമ്മ നഷ്ടപ്പെട്ടാൽ സഹോദരങ്ങളെ, ആത്മാർത്ഥമായ ഈ ലോകത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന അസ്തമിച്ചു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ യഥാർത്ഥത്തിൽ അനാഥരാകുന്നത് നമ്മുടെ ഉമ്മ നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ്. സഹോദരങ്ങളെ, അതുള്ളപ്പോൾ നമുക്കതിന്റെ വില അറിയില്ല. നമ്മളെ പിന്നാലെ നടന്ന് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. നമ്മൾ ഭക്ഷണം കഴിച്ചോ, നമ്മൾ വെള്ളം കുടിച്ചോ, ഇതവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആലോചിക്കണം, അവരോട് കടമ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അൽ വാലിദു ഔസതു മിൻ അബ്വാബിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വാപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ നടുവത്തെ വാതിൽപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ നടുവിലത്തെ വാതിലാണ് വാപ്പ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വഹാബികളിൽ ഒരാൾ വന്നുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞാൻ എന്റെ വാപ്പക്ക് ചെയ്യാവുന്നിടത്തോളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷെ വാപ്പക്ക് എന്റെ സ്വത്തിൽ കുറച്ച് കണ്ണുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, വാപ്പക്ക് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, അൻത വമാലക ലി അബീക്, നീയും നിന്റെ ധനവും അദ്ദേഹത്തിനുള്ളതാണ്, നീയും നിന്റെ ധനവും അത് നിന്റെ വാപ്പക്കുള്ളതാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരന്മാരെ, നമ്മളുടെ സമീപനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരൊറ്റ വാക്കുകൂടി പറയാം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൗലൻ കരീമ എന്ന വാക്കിനെ കുറിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മാന്യമായ വാക്ക് പറയുക? ഖൗലുൽ ആബിദിൽ മുദ്രിബി ലിസയ്യിദിൽ ഫദ്ദി എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കുറ്റം ചെയ്ത ഒരടിമ, പരുഷഹൃദയനായ
യജമാനന്റെ മുമ്പിൽ ഏത് രീതിയിൽ നിൽക്കുന്നോ അതുപോലെ നിൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപാകതകൾ വന്നു പോകും, മനുഷ്യരാണ്, നമ്മളത് മനസ്സിലാക്കണം. ഇതൊന്നും അവരോടുള്ള വെറുപ്പായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ നല്ല തർബീയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെറുപ്പകാലത്തെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന പെരുമാറ്റങ്ങളും രംഗങ്ങളും അവരുടെ മനസ്സിലുണ്ടാകണം. എന്നെ എന്റെ വാപ്പ തലോടിയിട്ടുണ്ട്, എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ പ്രയാസങ്ങൾ ഉമ്മ കേട്ടിരുന്നിട്ടുണ്ട്. അതല്ലാതെ വാപ്പ എനിക്ക് മൊബൈൽ മേടിച്ചു തന്നിട്ടുണ്ട്, വാപ്പ എനിക്ക് ബൈക്ക് വാങ്ങി തന്നിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം വാങ്ങി തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല സഹോദരന്മാരെ, അവർക്ക് നമ്മളോട് പലതും പറയാനുണ്ട്. അവരുടെ മനസ്സിൽ പല വിഷമങ്ങളുമുണ്ട്. അതുകൊണ്ട് പരാതികളും വിഷമങ്ങളും ഒക്കെ നമ്മൾ കേൾക്കണം. ശകാരങ്ങളും ചീത്തയും ശാപവും അത് മാത്രം, ഇതുപോലെയുള്ള മോശം പറച്ചിൽ മാത്രം പോരാ. അഭിനന്ദനങ്ങളും പുകഴ്ത്തലും നല്ല വാക്കുകളും മക്കളോട് പറയാൻ സഹോദരന്മാരെ എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്താണ് ആ പ്രാർത്ഥന? ഇവിടെ ഇരിക്കുന്ന ഓരോ വയസ്സായിട്ടുള്ള മാതാപിതാക്കളുള്ള രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള കുട്ടികൾക്കോട് മാത്രമല്ല പറയുന്നത്, മുതിർന്നവർക്ക് മാതാപിതാക്കൾ ഉണ്ടാകും. അപ്പൊ അവരെ കൂടെ നോക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞങ്ങളെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചതുപോലെ റബ്ബേ അവരെ നീ സംരക്ഷിക്കണമേ എന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അവിടെ അള്ളാഹു ഒരു കണ്ടീഷൻ വെച്ചു. എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. ഒരു കണ്ടീഷൻ ആയിട്ടുള്ള പ്രാർത്ഥനയാണത്. എന്താണ് അവിടെ? റബ്ബിർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും കരുണ ചെയ്യണമേ, അവരെ പരിപാലിക്കണമേ. കമാ റബ്ബയാനി സഗീറ, എന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചതുപോലെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്നെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്കത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ബാധ്യതകൾ വാപ്പക്കുമുണ്ട്, ഉമ്മക്കുമുണ്ട്, ബാധ്യതകൾ മക്കൾക്കുമുണ്ട്, എല്ലാവർക്കും ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ എവിടെ നിൽക്കുന്നു? നമ്മളെ തഖ്വയിലാണ് നിൽക്കുന്നത്. അള്ളാഹു കാണും, ഇത് ചോദിക്കും എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ തഖ്വയുടെയും ഈമാനിന്റെയും ഏറ്റവും നല്ല ഓഹരി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർക്കാണ്. കാരണം അള്ളാഹുവിന്റെ വാക്കുച്ചരിച്ചുകൊണ്ട് അവരെ സാക്ഷികൾ മുമ്പാകെ, ഏറ്റവും വലിയ സാക്ഷി അള്ളാഹുവാണ്, നമ്മൾ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നു വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഇത് ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പുകളുടെ കാലമാണ്. സഹോദരന്മാരെ, വളരെ വൃത്തികെട്ട നിലക്കുള്ള ബന്ധങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞും അറിയാതെയുമെല്ലാം. 40 കഴിഞ്ഞിട്ടുള്ള പല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അസ്വാരസ്യങ്ങളാണ്. ഇതൊക്കെ തുറന്നു പറയുന്ന വേദിയായിക്കൊണ്ട് ഇന്ന് പഴയ 10ാം ക്ലാസിന്റെ ഒക്കെ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുമെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നമ്മളുടെ കുടുംബ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇറാനിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് നബിയെ ഒരു വിരുന്നിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പൊ ആലോചിച്ചു, എന്റെ ആയിഷ, ഞാനും ആയിഷയും ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്, എനിക്കിത് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അയാളോട് ചോദിച്ചു പ്രവാചകൻ, ഞാൻ ആയിഷയെ കൂടെ കൂട്ടട്ടെ, ഞാൻ എന്റെ ആയിഷയെ കൂടെ കൂട്ടിക്കൊണ്ടുവരട്ടെ, അവളും ഭക്ഷണം. അത് പറഞ്ഞില്ല, ആ ഉദ്ദേശത്തോടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അയാൾ പറഞ്ഞു, ഞാനത് വീട്ടിൽ പോയി ചോദിച്ചു വരട്ടെ. അങ്ങനെ അയാൾ വീട്ടിൽ പോയി ചോദിച്ചു തിരിച്ചു വന്ന് പറഞ്ഞു, ആയിഷയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആതിഥ്യം സ്വീകരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് 10-40 കിലോമീറ്ററുകൾ വണ്ടിയെടുത്തു പോയി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഭാര്യയെ തന്റെ കൈമണപ്പിക്കുന്നവരായിക്കൂടാ ഭർത്താക്കന്മാർ. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ബിരിയാണി കഴിച്ചു, അവിടെ ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, പൊരിച്ചതുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷം പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നവരായി പോകാൻ പാടില്ല ഭർത്താക്കന്മാർ. നീ ഉടുത്താൽ അവളെ ഉടുപ്പിക്കണം, നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണം. എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനല്ല, നമ്മൾ അവരെയും കൂടെ ഏത് സമയത്തും ഓർക്കാൻ സാധിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, താങ്കൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് താങ്കൾ എന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബിൻത് അബീബക്കർ, അബൂബക്കറിന്റെ മകൾ ആയിഷ എന്റെ സൗജത്ത്, എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടെന്നല്ല, സഹോദരന്മാരെ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് സാരം. അതുകൊണ്ട് ഇതൊക്കെ തഖ്വയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തഖ്വ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കണം,
ഭർത്താക്കന്മാരുടെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫലത് ഫർജഹാ വഅതാഅത് സൗജഹാ ദഖലത് ജന്നത റബ്ബിഹാ. ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുന്നു, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നു, അവൾക്ക് സൂക്ഷിക്കാൻ പറഞ്ഞ അവളുടെ ചാരിത്രം സൂക്ഷിക്കുന്നു, വഅതാഅത് സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുന്നു ഏത് സാഹചര്യത്തിലും, ശിർക്കല്ലാത്ത ഏത് കാര്യവും, ദഖലത് ജന്നത റബ്ബിഹാ, അവളെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. സക്കാത്ത് പറഞ്ഞില്ല, ഹജ്ജ് പറഞ്ഞില്ല, അതിനു പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഭർത്താവിനെ അനുസരിക്കലും സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം എന്നുള്ളതാണ്. സഹോദരന്മാരെ, ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഏറ്റവും വലിയ യോഗ്യതയായിക്കൊണ്ട് പറയുന്നത്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല വഫാത്തായത്, നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴല്ല വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് സന്തോഷം തോന്നിയ കാര്യം ആ വഫാത്തല്ല, മറിച്ച് അത്രയും ഭാര്യമാരുണ്ടായിട്ടും എന്റെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് ആശ്വാസം നേടണം എന്ന് പറഞ്ഞ ആശ്വാസത്തോടു കൂടി പ്രവാചകൻ കിടന്നതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും എന്റെ ഉമിനീരും തമ്മിൽ ചേർന്നു. എന്റെ പല്ലുകൊണ്ട് ചതച്ചരച്ച അറാഖിന്റെ കൊള്ളി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ. സഹോദരന്മാരെ, ആ ഒരു സമാധാനം ഭാര്യയിൽ നിന്ന് കിട്ടണം, അത് കൊടുക്കാൻ ഓരോ ഭാര്യമാർക്കും സാധിക്കണം. വീട്ടിലേക്ക് ചെന്നാൽ അവൾ എനിക്ക് സമാധാനം തരും എന്ന വിചാരത്തോടു കൂടി വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു ഭർത്താവിന് സാധിക്കുമ്പോഴേ തഖ്വ